അവനെ ഇഷ്ടമല്ല. ചോണിച്ച നീയായിരുന്നു പേടിച്ചു. എന്താടി? അവൾ മാത്രല്ല, ഞാനും ഉണ്ട്. എന്താണ് രാവിലെ തന്നെ രണ്ടും കൂടി? എന്താണ് സാർ പെട്ടെന്ന് വന്ന് രണ്ടിടെ പിടിക്കുന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് നീ എന്താ ഞങ്ങളെ പറ്റിക്കണം? പറ്റിച്ചത് ഞാനൊന്നുമല്ല, ആ മീറ്റിംഗ് വെച്ചവരാണ്. അവരാ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. സോ സാറ് തിരിച്ചു വന്നു. എന്തിനാണ് തെന്നി ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു. എന്നാലും ഞങ്ങളോടൊന്ന് പറയായിരുന്നു നിനക്ക്. ബെസ്റ്റ്. ഇത് നീ എന്നോട് തന്നെ പറയണം. ഞാൻ അങ്ങേരെ പിയാണെന്നേ ഉള്ളൂ. അങ്ങേര് വന്നതും പോണതും പോയിട്ട് അങ്ങേര് തിന്നണതും പോലും ഞാൻ മര്യാദക്ക് അറിയാറില്ല. ഇതിപ്പോ എന്തോ ഭാഗ്യത്തിന് ഞാൻ ചെന്ന് വന്ന് നിക്കലും അങ്ങേരെ കാർ വന്ന് എന്റെ മുമ്പിൽ നിക്കലും അങ്ങേര് എന്റെ മുമ്പിൽ കയറി നിക്കലും എല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ അങ്ങേരാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ലാതെ ഞാൻ ഇതിനു മുമ്പ് ഗണിച്ചറിഞ്ഞിട്ട് വന്ന് നിക്കണില്ല. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. അതെന്താ, നീ നാട് വിട്ട് പോകണ്ട? അതല്ല, ഞാൻ അങ്ങേര് തന്ന എല്ലാ പ്രൊജക്റ്റും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടാണ് ഹിറ്റ്ലർ ലാൻഡ് ആയി. ഇല്ലായിരുന്നു ഞാൻ ശരിക്കും നാട് വിടേണ്ടി വന്നാന്. പോടതും ഇഷ്ടംമാരെ പേടിപ്പിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നിനക്ക് പകരം ഇന്ന് ഞാനാണ്. എനിക്ക് ഇനിയും കുറച്ചും കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട്. അങ്ങേർക്ക് വരാൻ കണ്ട നേരം അങ്ങേർക്ക് വല്ല വീട്ടിലും കുത്തിരുന്നാ പോലെ എന്തിനാ താമസം കൊണ്ട് വന്നത്? വെരി ഗുഡ്. നല്ല കാര്യം. നീ എന്തായാലും ബാഗ് പാക്ക് ചെയ്തോ പോയിട്ട്. നിന്റെയൊക്കെ ആ ഹിറ്റ്ലർ എന്നോട് അപ്രോച്ച് ചെയ്യാനുള്ള എല്ലാ ഫയൽസും ക്യാബിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇനിയിപ്പം ഇങ്ങോട്ട് പറഞ്ഞിട്ടേക്കുന്നത്. അമ്മ ശുഭം, ഞാൻ പോണ്. ജോൺ. യെസ് സർ. ഈ അക്കൗണ്ട് ഫയൽ ആരാ സബ്മിറ്റ് ചെയ്ത്? അത് സാർ നമ്മുടെ അക്കൗണ്ട് സെക്ഷനിൽ തന്നെയുള്ള ഗീതു ആണ്. കോൾ ഹെർ നൗ. ഓക്കെ സർ. Sir, may I? Come in. You, Geetu, right? What the hell have you done to this work? What happened, sir? Look, തനിക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? Sir, it was a mistake. Huh? How could you call it a mistake? I'm sorry, sir. I'm sorry. You're fired and get out of my sight. Sir, no, please don't do that. No, I don't want to hear anything. Just get out. ഈ ഹിറ്റ്ലർക്ക് എന്താണ്? ഇതൊരു പാവായിരുന്നില്ലേ? സെന്റിമെന്റ്സ് ഒന്നും അവിടെ വർക്കാവില്ല മോളെ. ഇതിവിടെ ഉണ്ടായി തപ്പൊന്നു. അല്ല പിന്നെ കഴിഞ്ഞ വട്ടം ഒരാൾ എക്സ്ട്രാ ഒരു സീറോ ഇട്ട് പോയി എന്നുള്ള പേരിലല്ലേ ആകത്തിരിക്കണ മുതല് ആ സ്റ്റാഫിനെ പറഞ്ഞു വിട്ടത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്ത്?
എന്നാലും സാറെന്താടി ഇങ്ങനെ? ആവോ, എനിക്കിങ്ങനെ അറിയാനാണ് സാറെന്താ ഇങ്ങനെയൊന്നും. എന്തായാലും ഞാൻ പോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ 2 സെക്കൻഡ് ലേറ്റ് ആയെന്നും പറഞ്ഞായിരിക്കും അടുത്തത്. എനിക്ക് ആലോചിക്കാനേ വയ്യ. നീ എന്തായാലും ചെല്ല്. എന്റെ മോനെ ചോണിക്കുട്ടാ, ഇത് എവിടെയോ കേട്ട പരിചയമുള്ള ഒരു അലാലാതി ശബ്ദമാണല്ലോ. എവിടുന്ന്? നീയോ? ഇതെപ്പലാൻ്റെ? Dangerous, ooh, that sounds good, yeah, talk to me, baby, like I'm your dude, 'cause right now, I'm in your hood, in your house, in your bed, in your sheets, ooh, hey DJ, spin that tune, if you don't fuck with us, then motherfuck you, major label, that's the crew. ആരാ ഇത്? ജീവൻ മോനോ? ജീവനോടെ ഉണ്ടായിരുന്നോ? പിന്നെ സെട്ടന് ഇവിടെ പോവാനെ കുട്ടാ, നിന്നെ വിട്ട് ഞാൻ ഒട്ടും പോവില്ല. നീ എന്നെ വിട്ട് പോവില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ നിന്നെ എന്തായാലും കൊണ്ടുപോകാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. പിന്നെ പോണ വഴി ഒരു ഷോപ്പട്ടിയും കൂടെ ഓർഡർ ചെയ്തിട്ട് ചെല്ലിട്ടോ അങ്ങോട്ടേക്ക്. എന്താണ് മോന്റെ ബെസ്റ്റ് പടി വന്നിട്ടുണ്ട്. ആരും ചോദിച്ചിട്ട് അപ്പൊ നീ എപ്പോ ഒന്ന് കിട്ടിയെഴുന്നല്ലേ? ഞാൻ അറിഞ്ഞില്ല. നീ മാത്രല്ല, ആരും അറിഞ്ഞിട്ടില്ല. ഈവൻ ഞാൻ പോലും ഇപ്പ വന്ന് കേറുമ്പോഴാ അറിയണത്. ഇവൻ വന്ന ആരും എന്നോട് പറഞ്ഞില്ല. എന്തിനാണ് വന്നത്? അറിഞ്ഞാലില്ലേലും ഓൾ ദ ബെസ്റ്റ്. ചെല്ലാൻ നോക്ക്. എന്തായാലും നീ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ നിന്നെ തപ്പി ഇങ്ങോട്ട് വരും. വെറുതെ എന്തിനാ നമ്മളായിട്ട് ആ സാറിനെ ഇത്ര ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? നീ എന്നെ പറഞ്ഞു വിടുന്നത് സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാനല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കേട്ടു പന്നി, നീ ഇവിടെ നാടാൻ കളിച്ച് നിൽക്കാതെ അങ്ങോട്ടേക്ക് ചെല്ലി. രാവിലെ തന്നെ സാർ എന്തായാലും ഓണാണ്. ഏതോ ഒരു സ്റ്റാഫിനെയൊക്കെ പിരിച്ചു വിട്ടിട്ടുണ്ട്. എന്തായാലും വാങ്ങാനുള്ളതൊക്കെ ചെന്ന് കയ്യോടെ അങ്ങോട്ട് ചൂടോടെ വാങ്ങിച്ചോ. എന്റെ ദൈവമേ, ദാ ഞാൻ നിന്റെ അടുത്തോട്ട് വരികയാണ്. ഗുഡ് ബൈ. മേ ഐ കം ഇൻ സാർ? വാ. വാട്ട്സ് ദ ടൈം നൗ ജീവ? 11:30 അല്ലേ? എത്ര മണിക്ക് ഓഫീസ് ടൈം? 9:30 ആണെന്ന് തോന്നുന്നു. ജീവ, നീ ഇങ്ങനെ ആയാൽ ഞാൻ സമ്മതിക്കില്ല. എന്റെ കമ്പനിക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അത് കളയാൻ ഞാൻ സമ്മതിക്കില്ല. സോറി സാർ, ഞാനിന്ന് തമാശിക്കില്ല. ഓക്കെ. അല്ല ജീവ. യെസ് സാർ. നീ നമ്മുടെ എല്ലാ ഹോട്ടൽസിന്റെയും മെയിൻ്റനൻസ് ചെക്ക് ചെയ്തായിരുന്നോ? ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. അതാ വഴി പോയാൽ മതിയായിരുന്നു. അത് സാർ, പിന്നെ ഞാനിന്ന് അവിടെ പോവാൻ ഇറങ്ങുമായിരുന്നു. വാട്ട്? നീ ഇത് നോക്കിയില്ലേ? What the heck is this, ജീവ? അത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അറിയോ? അത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാനത് നിനക്ക് തന്നെ ഏൽപ്പിച്ചത് ചെയ്യാനായിട്ട്. അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. നീ എന്നെ ഏൽപ്പിക്കരുതായിരുന്നു. എങ്ങാനും പെട്ടെന്ന് വല്ല ഇൻസ്പെക്ഷനും വന്ന എന്ത് ചെയ്യും ജീവ? റെസ്പോൺസിബിൾ ഇഡിയറ്റ്. എന്ത് നോക്കി നിൽക്കുവാ? ഇറങ്ങിപ്പോ. വേണ്ട താങ്ക്സ്, ഞാൻ ഇപ്പൊ തന്നെ കൈ ശരിയാക്കാം. ഡാ, നിന്നൊന്ന് കാണാൻ കാത്തിരിക്കുവായിരുന്നു ഞാൻ. എന്തായി? I'ma really need first aid. You're killing me, girl. You're killing me, girl. 10 out of 10, oh, you're killing me, girl. Mad at such your friends, oh, you're killing me, girl. You're killing me, girl. You're killing me, girl. You're killing me, girl. Yeah, I know. You're killing me, girl. Murder for hire. എനിക്ക് തന്നെ ഒന്ന് മാധവനെ പറ്റിയാ സംസാരിക്കാനുള്ളത്. ദേവനെ പറ്റിയോ? അവനെന്ത് പറ്റി? അവന്റെ ക്യാരക്ടർ ഇപ്പോ വന്ന് ഒന്നുകൂടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഷെടാ, അവൻ നന്നായിട്ടല്ലേ കമ്പനിയൊക്കെ നോക്കണേ. അതിലിപ്പോ എന്താ വേസ്റ്റ് ആയിട്ടുള്ളത്? മാങ്ങാത്തലേ ആ കമ്പനിയുടെ കാര്യമല്ല. ഓക്കെ നീ പറയൂ. കമ്പനിയുടെ കാര്യമില്ല, കമ്പനിയൊക്കെ അവൻ നന്നായിട്ടൊക്കെ നോക്കുന്നേ. ഹീസ് ഗുഡ് അറ്റ് ദാറ്റ്. ബട്ട് വീട്ടിലെ കാര്യം അങ്ങനെയല്ല. നമ്മളിൽ നിന്നൊക്കെ അവൻ ഭയങ്കരമായിട്ട് അകന്നു പോകുന്ന പോലെ എന്തോ. അവനോട് മര്യാദക്ക് സംസാരിച്ചിട്ട് തന്നെ നാളുകളായി. എടാ, അത് വേണമെങ്കിൽ മേ ബി അവന്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അതിലിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ ഒന്ന് സംസാരിച്ചു നോക്കാം അവനോട്. എനിക്ക് അവനെ പഴയ പോലെ വേണം. പഴയ കുഞ്ഞു ദേവനായിട്ട് തന്നെ വേണം. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നമുക്ക് അവനെ പഴയ പോലെ ആക്കാം. ഒരു വഴിയുണ്ട്, ബട്ട് കുറച്ച് റിസ്കിയാണ്. മേ ബി സക്സസ് ആവും, മേ ബി സക്സസ് ആവില്ല. എന്ത് വഴി?
അവനെ ആരെങ്കിലും കൊണ്ട് പ്രേമിപ്പിക്കണം. ഫസ്റ്റ് മഹാഭാരത ഫുള്ള് പറഞ്ഞിട്ട് സീതാരാമൻ ആരാന്ന് ചോദിക്കുന്നവരാണ് അവൻ കിടന്ന് പറയണത്. ഇത് വല്ല നടക്കണ കാര്യമാണോ? എന്റെ ദൈവമേ, അതെന്നാ നടക്കാതെ കോളേജിലൊക്കെ അപ്രോച്ച് നോക്കുമ്പോ ഇതൊക്കെ പുഷ്പം. ഇനി അവനിപ്പോഴും കോളേജിലല്ലാലോ. കാര്യം നീ ഭയങ്കരമായിട്ട് മറക്കുന്നു. ഇപ്പൊ അവൻ വികാരമില്ലാത്ത ജീവിയാണ്, വികാരമില്ലാത്ത ജീവി. അപ്പോ ഇതൊക്കെ എങ്ങനെ നടക്കും? പ്രേമിക്കാനാണോ പാടെങ്കിൽ നമുക്ക് അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാം. സിമ്പിൾ. സത്യത്തിൽ നീ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അഭിനയിക്കുകയാണെന്ന് തന്നെ പറയണം. നടക്കണമില്ല കാര്യം പറയേണ്ട ചന്തുവേ. നടത്തണം, അതിനാണ് നമുക്ക് പാട്. ഈ ഹിറ്റ്ലറിനെ മയക്കെടുക്കാൻ എന്തായാലും ഇനി ഒരു പെണ്ണിനെ കൊണ്ടേ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് അതിലിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. രേണുമ്മേനോട് കൂടി ഒന്ന് പറയണം. അല്ല, അതിന് ബാക്കിയുള്ളവരെ സമ്മതിച്ചാലും അവ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? സമ്മതിക്കണം, ഇല്ല നമ്മ സമ്മതിപ്പിക്കണം. അതിലാണ് നമ്മൾ മിടുക്കിരിക്കണേ. അങ്ങനെയാണ് ഒന്ന് നോക്കി നോക്കാം. ഏതാണാവോ ആ നിർഭാഗ്യവതിയായ പെണ്ണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന പെണ്ണിന് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എപ്പോഴാണെന്ന് അറിയാം. എപ്പോഴാ? അവളെ നമുക്ക് ഒരിക്കലും കിട്ടൂല എന്ന് ഉറപ്പാകുമ്പോഴാണ്.